നമ്മൾ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. നമ്മുടെ ഭരണസമിതിൻ്റെ അവസാനത്തെ ബജറ്റും കൂടിയായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് പ്രസിഡന്റ് രജനി ടീച്ചർ അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബജറ്റ് അവതരിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് ബാബു ആനത്താനത്ത് അവരുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാമക്കൂടൻ അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുർഷിദ നിസാർ അവരുകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയ ഹംസ അവരുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മെമ്പർമാരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കുഞ്ഞുമൈദീൻ സാഹിബ് അവരുകളെയും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാ ആസൂത്രണ സമിതി അംഗങ്ങളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 2025-26 വാർഷിക പദ്ധതിയോടനുബന്ധിച്ചുള്ള ബജറ്റ് അവതരണമാണ് ഇന്ന് നടക്കുന്നത്. അതിനെത്തിച്ചേർന്ന എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. എല്ലാ മേഖലകളെയും തൊട്ടുണർത്തിക്കൊണ്ടാണ് നമ്മുടെ ബജറ്റ്. കുഴുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതിയുടെ 5ാമത്തെയും അവസാനത്തെയും ബജറ്റ് അവതരണ യോഗത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളുടെയും വികസന കാഴ്ചപ്പാടുകളുടെയും തുടർച്ചയായ പ്രവർത്തന പദ്ധതികൾക്കാണ് 2025-26 വർഷത്തേക്കുള്ള ഈ ബജറ്റ് ഊന്നൽ നൽകുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നിഖില മേഖലകളെയും തൊട്ടറിഞ്ഞുകൊണ്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളാണ് ഭരണസമിതി നിരന്തര ചർച്ചകളുടെയും അഭിപ്രായ ക്രോഡീകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. കാഴ്ചപ്പാട് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളും ആശങ്കയും അറിഞ്ഞ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകി സമഗ്ര മേഖലകളിലും വികസനം എത്തിക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് പഞ്ചായത്ത് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. നാടിൻ്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനം മുന്നിൽ കണ്ട് പ്രദേശത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാൻ ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട് എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ ലിസ്റ്റിലുള്ള ഭൂമിയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമിയും വീടും എന്ന സ്വപ്നവും 2025-2026 സാമ്പത്തിക വർഷത്തോടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജൈവ മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ മാലിന്യമുക്ത ഹരിത ശുചിത്വ സുന്ദര കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. അതിനായുള്ള പ്രവർത്തനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി തന്നെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാലിന്യമുക്തമായ ഒരു നാട് എന്ന വീക്ഷണത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് ഒരു നല്ല നാളെയെ പ്രദാനം ചെയ്യുന്നതിനുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കുകളുടെ ധനകാര്യ രേഖയാണ് ബജറ്റ്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കാവശ്യമായ മുഖ്യ ഘടകങ്ങൾ ഓരോ വർഷവും ആവിഷ്കരിക്കുന്ന ബജറ്റും ബജറ്റിന്മേലുള്ള നിയന്ത്രണവുമാണ്. ലഭ്യമായ വിഭവങ്ങളുടെ സന്തുലിതവും നീതിയുക്തവും വിവേചനരഹിതവുമായ
ഉപയോഗപ്പെടുത്തലാണ് ഏതു ബജറ്റിൻ്റെയും അടിസ്ഥാനം. വികസന ലക്ഷ്യങ്ങൾക്ക് പൂർണ്ണത കൈവരുത്തുക എന്നതാണ് ഓരോ ബജറ്റിൻ്റെയും ലക്ഷ്യം. 2025-26 വർഷത്തെ ബജറ്റ് ജനസമക്ഷം സമർപ്പിക്കുകയാണ്. നാടിൻ്റെ സമഗ്ര വികസനത്തിനായി കാർഷിക മേഖല, പാർപ്പിടം, കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം, ഗ്രാമീണ റോഡുകളുടെ വികസനം, വയോജന ഭിന്നശേഷി വിഭാഗക്കാരുടെ ക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രസ്തുത ലക്ഷ്യം കൈവരിക്കുന്നതിന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണമുണ്ടാകണമെന്ന് വിശ്വാസമുണ്ട്. ബജറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വികസന തുടർച്ചയ്ക്ക് നമുക്കൊരുമിക്കാം. 2025-2026 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരണത്തിനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ആനത്താനത്തിനെ ഏറെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ജയനിയന്താതാവായ ദൈവനാമത്തിൽ സർവസ്തുതിയും അവന് മാത്രം. ബഹുമാന്യയായ പ്രസിഡന്റ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്റ്റാഫ് അംഗങ്ങളെ, സഹോദരങ്ങളെ, 1961 നിലവിൽ വന്ന കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ 63ാമത്തെയും 2020 ഡിസംബർ 21 അധികാരത്തിൽ വന്ന നമ്മുടെ ഭരണസമിതിയുടെയും 5ാമത്തെയും അവസാനത്തേതുമായ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഏറെ അഭിമാനവും അതിലുപരി വളരെയധികം സന്തോഷവും നൽകുന്നു. 2025-26 മതിപ്പ് ബജറ്റ് ദൈവാനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ പഞ്ചായത്തിനായി സമർപ്പിക്കപ്പെടുകയാണ്. ബജറ്റ് തയ്യാറാക്കുന്നതിന് സഹായിച്ച പ്രസിഡന്റ്, സെക്രട്ടറി, സ്ഥിരം സമിതി അധ്യക്ഷർ, ധനകാര്യ സ്ഥിരം സമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ, അക്കൗണ്ടന്റ്, മറ്റ് ജീവനക്കാർ, വിവിധ ഘടകസ്ഥാപന മേധാവികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷനടക്കമുള്ള അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്നു. വലിയ സാധ്യതകളുള്ള മണ്ണാണ് നമ്മുടേത്. ചെറു നഗരത്തിൻ്റെ സൗകര്യങ്ങൾക്കൊപ്പം ഗ്രാമീണതയുടെ സൗരഭ്യവും നമുക്കുണ്ട്. എന്നാൽ വിവിധ മേഖലകളിലടക്കം ജോലി ചെയ്യുന്ന സാധാരണക്കാരുടെ നാടാണ് നമ്മുടെ കുഴിമണ്ണ. പലതരത്തിലുള്ള പ്രതിസന്ധികൾ കാരണം ജീവിതം വഴിമുട്ടിയ എത്രയോ പാവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ചേർത്ത് നിർത്തി കാർഷിക മേഖലയടക്കം സമഗ്ര മേഖലകളെയും സ്പർശിച്ച് ശക്തമായ പ്രോത്സാഹന ആശ്വാസ പദ്ധതികളിലൂടെ കരുത്ത് പകരാനുള്ള ബോധപൂർവമായ ഇടപെടലുകൾക്കും ഈ ബജറ്റിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണമാണ് കൂട്ടത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത്. അജൈവ മാലിന്യ സംസ്കരണ സംവിധാനത്തിനൊപ്പം ജൈവ മാലിന്യ ഉറവിട സംസ്കരണ സംവിധാനങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ദാരിദ്ര്യ ലഘൂകരണത്തിനും പട്ടികജാതി ക്ഷേമം, വനിതാ ശാക്തീകരണം, വയോജനങ്ങൾ, കുട്ടികൾ എന്നിവരെ ചേർത്ത് നിർത്തൽ, അതോടൊപ്പം ഭിന്നശേഷിക്കാർക്കായി ഈ അധ്യയന വർഷം തുടക്കം കുറിക്കാൻ തയ്യാറായിരിക്കുന്ന കുഴിമണ്ണ മുണ്ടംപറമ്പിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പൂർത്തീകരണ കാര്യത്തിലും ഈ ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഭവനരഹിതരുടെയും ഭൂരഹിതരുടെയും സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നതിന് തുടർന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിന് പുതിയ സംരംഭങ്ങൾ, റോഡുകളുടെയും നടപ്പാതകളുടെയും വികസനത്തിന് നിലവിൽ തുടർന്നുവരുന്ന വേഗതയാർന്ന സമീപനത്തിന് തുടർച്ച, ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ നാം സ്വീകരിക്കുന്ന പ്രത്യേക പരിഗണന എന്നിവ തുടരേണ്ടതുണ്ട്. സമ്പൂർണ്ണ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് ജലജീവൻ പദ്ധതിയിൽ തന്നെയാണ് പ്രതീക്ഷ. പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധയും നൽകുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം കരുതലോടെ ഇടപെടാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രാദേശിക സാധ്യത പരിശോധിച്ചും ആവശ്യങ്ങളും ആവലാതികളും പരിഗണിച്ച് ഇടപെടൽ നടത്തുന്നതിനുമുള്ള ശ്രമമാണ് ബജറ്റിലൂടെ നടത്തുന്നത്. വിഭവ സമാഹരണവും വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. വസ്തുനികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീസ് തുടങ്ങിയവയുടെ പിരിവ് കുറ്റമറ്റതാക്കാൻ ശ്രമിക്കും. മുഴുവൻ സംരംഭങ്ങൾക്കും ലൈസൻസ് ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഓഫീസ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും മികച്ച സേവനം വേഗതയിലും കൃത്യമായും ഉറപ്പാക്കുന്നതിനും പരാതി പരിഹാരത്തിനും കേസ്മാർട്ട് പ്രത്യേക ക്രമീകരണം ഒരുക്കും. പഞ്ചായത്ത് ഓഫീസ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിശാലമായ കോൺഫറൻസ് ഹാൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഘടക സ്ഥാപനങ്ങളിലും കൃത്യമായ സേവനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തും.
കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൽ റോഡുകളുടെയും നടപ്പാതകളുടെയും വികസന രംഗത്ത് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനിടെ വലിയ മുന്നേറ്റമാണ് സാധ്യമായത്. പരപ്പനങ്ങാടി ഊട്ടി ഹ്രസ്വദൂര പാത ഇതുവഴിയാണ് കടന്നു പോകുന്നത്. പുതിയ റോഡുകൾ ധാരാളമായി നിർമ്മിക്കപ്പെടുകയും കൃത്യമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുനരുദ്ധാരണത്തിന് സർക്കാർ അനുവദിക്കുന്ന മെയിൻ്റനൻസ് ഫണ്ട് അപര്യാപ്തമാണ്. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും റോഡ് വികസനത്തിന് ഉപയോഗിക്കുന്ന ഫണ്ടിന് പരിമിതി വന്നതും അനിവാര്യ വകയിരുത്തലിന് ശേഷം ജനറൽ ഫണ്ടിൽ റോഡ് വികസനത്തിന് തുക കണ്ടെത്താൻ സാധിക്കാത്തതും തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ വരുത്തിയ മാറ്റങ്ങളും പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ കടുങ്ങല്ലൂർ മുതൽ എക്കാവറം വരെയുള്ള മെയിൻ റോഡിലെ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഉൾഭാഗങ്ങളിലും പുതിയത് സ്ഥാപിക്കുവാനും നിലവിലുള്ളത് റിപ്പയർ ചെയ്യുവാനും പരിപാലിക്കുന്നതിനും 2025-26 പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗ്രാമീണ റോഡുകളിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 2025-26 സാമ്പത്തിക വർഷം തുക വകയിരുത്തിയിട്ടുണ്ട്. മുൻബാക്കി ഉൾപ്പെടെ 34,90,39,802 രൂപ വരവും 34,15,12,000 രൂപ ചെലവും 75,27,802 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക സ്ഥിതി. സർക്കാർ സ്ഥാപനങ്ങൾ, ഏജൻസികൾ, വകുപ്പുകൾ എന്നിവയിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ടുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകളും കൂടിച്ചേർന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഭവ സ്രോതസ്. ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതി വരുമാനത്തിൽ മുഖ്യമായത് വസ്തുനികുതിയാണ്. 2025-26 വർഷത്തിൽ വസ്തുനികുതി ഇനത്തിൽ 1,25,00,000 രൂപയും തൊഴിൽ നികുതി ഇനത്തിൽ 30 ലക്ഷം രൂപയും വരവ് പ്രതീക്ഷിക്കുന്നു. കെട്ടിട നിർമ്മാണ അനുമതി ഫീസ്, ലൈസൻസ് ഫീസ് എന്നിവയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതി ഇതര വരുമാനത്തിൽ പ്രധാനപ്പെട്ടത്. ലൈസൻസ് ഇനത്തിൽ 5 ലക്ഷം രൂപയും വരുമാനം പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്തിൻ്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വരുമാന സ്രോതസ്സുകളായ വസ്തുനികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീ എന്നിവയിൽ 100% നികുതി പിരിവ് ലക്ഷ്യം കൈവരിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. അടുത്ത സാമ്പത്തിക വർഷം 2,40,41,000 രൂപ ജനറൽ പർപ്പസ് ഫണ്ട് ഉൾപ്പെടെ 5,16,20,000 രൂപ തനത് വരുമാനം പ്രതീക്ഷിക്കുന്നു. കാർഷിക വികസനം. കാർഷിക പ്രാധാന്യമുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടേത്. കാർഷിക മേഖലയിലെ ജനങ്ങളുടെ ജീവിതോപാധിയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുമാണ് കൃഷി. നെല്ല്, വാഴ, തെങ്ങ് കൃഷി, പച്ചക്കറി, വെറ്റില, പോഷക കിറ്റ്, ഹരിതഭവനം, ചട്ടിയും വളവും തൈകളും നൽകൽ എന്നിവയ്ക്കുള്ള തുക വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖലയ്ക്കും സ്വത്തിനും ജീവനും ഭീഷണിയായി നിലനിൽക്കുന്ന പന്നിശല്യം പരിഹരിക്കുന്നതിനായി നടപ്പുവർഷം നടപ്പിലാക്കിയ സൗരവേലി കൂടാതെ ഈ സാമ്പത്തിക വർഷം വന്യമൃഗ സംരക്ഷണ കമ്പിവേലി സ്ഥാപിക്കുന്നതിന് 97.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണം ക്ഷീര കർഷക മേഖലയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഈ മേഖലയിലേക്ക് പുതുതലമുറ കടന്നു വരാത്തതും പഴയതുപോലെ പുല്ലുകളും വയലുകളും ഇല്ലാത്തതുമാണ്. ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾക്കായി ഈ ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ക്ഷീര കർഷകർക്ക് പാൽ സബ്സിഡി, പശുക്കൾക്ക് കാലിത്തീറ്റ, മുട്ടക്കോഴി വിതരണം, മൃഗാശുപത്രിക്ക് മരുന്ന് വാങ്ങൽ തുടങ്ങി പദ്ധതികൾക്ക് 51 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മൃഗാശുപത്രിക്ക് സ്വന്തമായി കെട്ടിടം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷവും പങ്കിടുന്നു. വനിതാക്ഷേമം. സ്ത്രീ ശാക്തീകരണത്തിൽ ലക്ഷ്യമിട്ടും കുടുംബങ്ങളുടെ വരുമാന വർധനവിനും തദ്വാര ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഹേതുവാകുന്ന തരത്തിലുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് സാമ്പത്തികമായി സ്വതന്ത്രരാകാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് വിഭവങ്ങൾ, അവസരങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിൽ തുല്യമായ പ്രവേശനം നൽകുക. കൂടാതെ വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, സംരംഭങ്ങൾ ആരംഭിക്കൽ തുടങ്ങിയവയിലുള്ള സ്ത്രീ ശാക്തീകരണം കൈവരിക്കുന്നതിന് വേണ്ടി പദ്ധതികൾക്ക് പ്രാധാന്യം നൽകും. വനിതകൾക്ക് തൊഴിൽ വിദ്യാഭ്യാസ പരിശീലനം, കലോത്സവം, കരാട്ടെ പരിശീലനം, വിധവകളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായം തുടങ്ങിയവയ്ക്കായി 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭവന പദ്ധതി. ഭവനരഹിതരായ എല്ലാവർക്കും വീട് നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് പഞ്ചായത്ത് ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. ആ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന വിധത്തിൽ പഞ്ചായത്ത് പ്രദേശത്ത് ഒരാൾ പോലും വാസയോഗ്യമായ വീടില്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടരുതെന്ന നിർബന്ധ ലക്ഷ്യം പഞ്ചായത്തിനുണ്ട്. നിലവിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. PMAY പദ്ധതി പ്രകാരം 52 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഭവനരഹിതർ ഇല്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഇതിനായി 5,25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹ്യനീതി, സാന്ത്വന പരിചരണം. പാർശ്വവൽക്കരിക്കപ്പെട്ട പൗരന്മാരുടെ ഉന്നമനത്തിനായി പഞ്ചായത്ത് മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ യൗവനം സമൂഹത്തിനായി നൽകിയവരാണ് വയോജനങ്ങൾ. വയോജനങ്ങൾക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും കുട്ടികൾക്കും ആവശ്യമായ കരുതൽ നൽകി കൂടെ നിർത്തേണ്ടത് ഏതൊരു വികസിത സമൂഹത്തിൻ്റെയും ബാധ്യതയാണ്. അംഗൻവാടി വഴിയുള്ള പോഷകാഹാര വിതരണം. പഞ്ചായത്തിലെ അംഗനവാടികൾ സ്മാർട്ട് ഹൈടെക് ആക്കൽ,
ഭിന്നശേഷി സ്കോളർഷിപ്പ്, വയോജനങ്ങളുടെ ക്ഷേമം, ബിഷപ്പ് രഹിത കേരളം, ബഡ്സ് സ്കൂൾ പ്രവർത്തനം, പാലിയേറ്റീവ് പരിരക്ഷ പദ്ധതികൾ. മുൻ വർഷങ്ങളിലെ പോലെ ഭിന്നശേഷി കലാ കായിക മേള, വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഉല്ലാസയാത്ര തുടങ്ങി ഈ മേഖലയിലേക്കുള്ള 2,35,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിദരിദ്രർക്ക് കൈത്താങ്ങ്. അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട 51 കുടുംബങ്ങളാണ് നമുക്കുള്ളത്. അവർക്കായി പഞ്ചായത്തിൻ്റെ കരുതലും കൈത്താങ്ങും നൽകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വസ്ത്രം, ഭക്ഷണം, മരുന്ന്, വീട് എന്നിവ അനുവദിക്കുന്നതിന് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭവന പുനരുദ്ധാരണത്തിനും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത്. ആരോഗ്യരംഗത്ത് അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി എന്നിങ്ങനെ വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ സേവനങ്ങൾ പരമാവധി ജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതിന് ബജറ്റിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. പരിരക്ഷ മുഖേന കുഴിമണ്ണ നിവാസികൾക്ക് വേണ്ടി സൗജന്യമായി ഫിസിയോതെറാപ്പി യൂണിറ്റ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ ഉപകേന്ദ്രങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം 2023 ഏപ്രിൽ 1 മുതൽ കുഴിമണ്ണ നിവാസികൾക്ക് 9 ലാബ് പരിശോധനകൾ സൗജന്യമായി ലഭിക്കുന്നു എന്നതും ആരോഗ്യ മേഖലയിലേക്ക് പ്രാധാന്യം നൽകുന്നതാണ്. ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യം, ശുചിത്വം. മാലിന്യ സംസ്കരണത്തിന് എന്നതുപോലെ തന്നെ പരിസര ശുചീകരണത്തിനും കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ മുൻഗണന നൽകുന്നു. പരിസ്ഥിതി ദിനത്തിലും ഒക്ടോബർ 2-നോടനുബന്ധിച്ചും ജനുവരി 25-നോടനുബന്ധിച്ചും കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി പരിസര ശുചീകരണത്തിന് പ്രവർത്തിച്ചു വന്നത് പ്രാധാന്യമർഹിക്കുന്നു. തുറസായ കിണറിൻ്റെ പുനരുദ്ധാരണം, നിലവിലുള്ള സ്ട്രോ ഫിറ്റിംഗ്, നിലവിലുള്ള ഒറ്റക്കുഴി ടോയ്ലറ്റുകൾ ഇരട്ടക്കുഴിയാക്കൽ പദ്ധതിക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ആശയം പ്രചരിപ്പിച്ച് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തി ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും തരംതിരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനും പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ടൗൺ ശുചിത്വ ടൗൺ ആക്കുന്ന പ്രവർത്തനത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകുകയും ആയതിന് ബജറ്റിൽ 45 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ളം. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കാലവർഷം അവസാനിക്കുന്നതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന അവസ്ഥയാണുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധമായ കുടിവെള്ളം തടസ്സമില്ലാതെ എത്തിക്കേണ്ടതുണ്ട്. ആയതിന് കുളങ്ങളും മറ്റ് ജലാശയങ്ങളും നവീകരിക്കുന്നതിനും കുടിവെള്ള വിതരണത്തിനും മുൻഗണന നൽകുന്നു. ജൽജീവൻ മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനും പ്രാധാന്യം നൽകിക്കൊണ്ട് 2025-26 പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വവും ബാധ്യതയും ഈ ബജറ്റിലൂടെ ഏറ്റെടുക്കുകയാണ്. ആയതിന് ബജറ്റിൽ 96 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം. അധ്യയനവും ചേർന്നതാണ് വിദ്യാഭ്യാസം. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സംസ്കാരം പകർന്നു നൽകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കും സമഗ്ര വികസന ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പഠനം പാതിവഴിയിൽ നിർത്തിപ്പോകേണ്ടി വന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പദ്ധതിയായ തുടർ സാക്ഷരതാ പ്രവർത്തനത്തിനും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആയതിന് ബജറ്റിൽ 60 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സദ്ഭരണം. വികേന്ദ്രീകൃത ജനാധിപത്യ സ്ഥാപനമായ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണപരിധിയിൽ നിശ്ചയിക്കപ്പെട്ട കടമകൾ കൂടുതൽ കാര്യക്ഷമതയോടെയും സമഗ്രതയോടെയും നിർവഹിക്കാൻ ആവശ്യമായ സാഹചര്യം നൽകുന്നതിനായി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പരസ്യപ്പെടുത്തുന്നതിനും രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനും സംവിധാനമുണ്ടാക്കും. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നവീകരണം, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ ഓഫീസ് ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും തെരുവുവിളക്കുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെ ഇലക്ട്രിക് ചാർജ് അടയ്ക്കുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഓഫീസ് സദ്ഭരണത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആയതിൽ ബജറ്റിൽ 62 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വികസനം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭവന പദ്ധതി, SSA വിഹിതം, വീട് വാസയോഗ്യമാക്കൽ, കോളനികളിൽ മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കൽ, വിവാഹ ധനസഹായം, അനുപൂരക പോഷകാഹാരം, ഭവന സുരക്ഷ, കോളനികളിലേക്കുള്ള റോഡുകളുടെ വികസനം തുടങ്ങി അവരുടെ സാമൂഹിക വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി 95 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രവാസികൾക്കും വനിതകൾക്കും മുൻഗണന നൽകി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പരിശീലനങ്ങൾ ആരംഭിക്കുന്നതിനും ബജറ്റിൽ പ്രാധാന്യം നൽകുന്നു. ആയതിൽ ബജറ്റിൽ 7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. യുവജനക്ഷേമം. ഏതൊരു സർക്കാരിൻ്റെയും മുഖമുദ്രയാണ് യുവജനക്ഷേമം. കലാകായിക രംഗത്തും അത്ലറ്റിക് രംഗത്തും വളരെയധികം വളർന്നു വരുന്ന യുവപ്രതിഭകളുടെ നാടാണ് നമ്മുടേത്. കേരളോത്സവം യുവജനങ്ങളുടെ കലാകായിക കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാധ്യമമാണ്. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രസ്തുത പരിപാടി യുവജനങ്ങളുടെ കലാകായിക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിൽ നിസ്തുല്യ പങ്കാണ് വഹിക്കുന്നത്. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത്
യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനും യുവജന പങ്കാളിത്തത്തോടെ എല്ലായിടത്തും സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സിന്തറ്റിക് ലഹരി അടക്കമുള്ള മയക്കുമരുന്നുകളുടെ ഉപഭോഗവും വിപണനവും തടയുന്നതിന് നിയമസഹായത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ എടുക്കും. അങ്ങനെ യുവത്വത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇതിനെല്ലാമായി ബജറ്റിൽ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണം. അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് കാരണം ശാസ്ത്രീയമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അഭാവമാണ്. ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. റോഡുകൾ. ഒരു നാടിന്റെ വികസനം എന്നത് അവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും മെയിൻ്റനൻസിനും ഘടക സ്ഥാപനങ്ങളുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കുമായി 4 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദാരിദ്ര്യ ലഘൂകരണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ. നിലവിൽ പഞ്ചായത്തിൽ 2125 വാർദ്ധക്യകാല പെൻഷൻ ഗുണഭോക്താക്കളും 362 കാർഷിക തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കളും 1077 വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും 50 കഴിഞ്ഞ വിവാഹിതർക്കുള്ള പെൻഷൻ വാങ്ങുന്നവരും 484 ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളുമാണുള്ളത്. ഇവർക്ക് DBT പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 8 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന മുഴുവൻ പെൻഷൻ അപേക്ഷകളിലും കാലതാമസം കൂടാതെ അന്വേഷണം നടത്തി എത്രയും വേഗം അംഗീകാരം നൽകി ഓൺലൈൻ സബ്മിഷൻ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ പഞ്ചായത്തിലെ സമസ്ത മേഖലകളുടെയും പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമഗ്രമായ ബജറ്റ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് മുൻകാലങ്ങളിലെ പോലെ എല്ലാവരുടെയും നിസ്സീമമായ സഹായ സഹകരണങ്ങളും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ബജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു. പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് 2025-26 ബജറ്റ് സംഗ്രഹം. മുൻ ബാക്കി 2,99,99,802. വരവ് 31,90,40,000. ആകെ വരവ് 34,90,39,802 രൂപ. ആകെ ചിലവ് 34,15,12,000. നീക്കി ബാക്കി 75,27,802 രൂപ. ബജറ്റ് അവതരണം നല്ല രീതിയിൽ നടത്തിയ വൈസ് പ്രസിഡന്റിന് 1000 അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ബജറ്റ് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അക്കൗണ്ടന്റ് സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ കുഴുവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ ബജറ്റ് വിശദമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. നമ്മൾ വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചു. ഓരോ മേഖലകളിലും നമ്മൾ മാറ്റിവെച്ച ഫണ്ടുകളെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. അതിൻ്റെ ശേഷം ബജറ്റ് ഷെഡ്യൂളുകളിലായിട്ടാണ് ഓരോ മേഖലകളിലും നമ്മൾ വരവ് ആയിട്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ മേഖലകളിലും BS1 എന്ന് പറയുന്ന നമ്മളെ തനത് വരുമാനം, അതായത് നികുതി വരുമാനം, അതുപോലെ നികുതിയേതര വരുമാനം. നികുതി വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സുകൾ, വസ്തുനികുതി, തൊഴിൽ നികുതി ആണ് നികുതി വരുമാനം. പിന്നെ നികുതിയേതര വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഫീസുകൾ, പെർമിറ്റ് ഫീസ്, റെഗുലൈസേഷൻ ഫീസ്, ജനനമരണ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീസുകൾ, അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ പഞ്ചായത്തിൽ വരുന്ന ഫീസുകളാണ് നികുതിയേതര വരുമാനത്തിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ മറ്റൊരു വരുമാനം എന്ന് പറയുമ്പം സർക്കാരിൻ്റെ ഗ്രാൻറ്റാണ്. സർക്കാർ അനുവദിക്കുന്ന 12 ഗഡുക്കളായിട്ട്, ഒരു വർഷത്തിൽ 12 ഗഡുക്കളായിട്ട് സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഉണ്ട്. നമ്മൾക്ക് ഏകദേശം 20 ലക്ഷത്തോളം, ഒരു ഗഡ് 20 ലക്ഷത്തോളം രൂപ ഉണ്ട്. ആകെ നമുക്ക് 2,40,41,000 രൂപയാണ് സർക്കാരിൻ്റെ ഫണ്ട് ഗ്രാൻറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടി കൂടിയതാണ് നമ്മളുടെ ആകെ തനത് വരുമാനം. നമ്മൾ പിരിച്ചെടുക്കുന്ന നികുതികൾ, അതുപോലെ നികുതിയിതര ഫീസുകളായിട്ട് നമുക്ക് ലഭിക്കുന്ന നികുതിയിതര വരുമാനങ്ങൾ, പിന്നെ സർക്കാർ തരുന്ന ജനറൽ പർപ്പസ് ഫണ്ട്, ഇത് ഉൾപ്പെടെയുള്ളതാണ് നമ്മളുടെ നികുതി ആകെ തനത് വരുമാനം.
ഇതിൻ്റെ 5% നീക്കി വെച്ചിട്ടാണ് നമ്മൾ ബജറ്റ് കയറുമ്പോൾ മിച്ച ബജറ്റാണ് പഞ്ചായത്തിന് അവതരിപ്പിക്കാൻ പറ്റുക. അതിൻ്റെ 5% നമ്മൾ ആകെ തനത് വരുമാനത്തിൻ്റെ 5% നീക്കി വെച്ചിട്ടാണ് നമ്മൾ ബജറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളുടെ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിവിധ പദ്ധതികൾക്കായിട്ട് ലഭിക്കുന്ന വരവുകളാണ്. അത് സർക്കാർ നമുക്ക് പ്ലാൻ ഫണ്ട് തരുന്നുണ്ട്. ഒരു ഏകദേശം 3 കോടിയോളം, നമുക്ക് 5 കോടിയോളം പ്ലാൻ ഫണ്ട് ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. അതായത് ജനറൽ ഫണ്ട്, SCP ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റുകൾ, പിന്നെ മെയിൻ്റനൻസ് ഫണ്ടുകൾ, ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഫണ്ട് സർക്കാർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റു പഞ്ചായത്തുകളിന്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ ശുചിത്വ മിഷൻ ഫണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നമ്മൾ NREG ഉൾപ്പെടെയുള്ള ഫണ്ടുകളും ഇതിലാണ് നമുക്ക് വരുന്നത്. അതുപോലെ ICDSന് അനുപൂരക പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഇത് ഉൾപ്പെടെയുള്ളതാണ് നമ്മളുടെ മറ്റൊരു വരവ്. പിന്നെ നമുക്ക് ലൈഫ് ലോൺ ലഭിക്കുന്നുണ്ട്. ലൈഫ് മിഷനായിട്ട് ലഭിക്കുന്ന ലോണുകളുണ്ട്. അതാണ് വേറൊരു ഫണ്ട്. പിന്നെ നമ്മളുടെ മറ്റൊരു വരുമാനമാണ് പഞ്ചായത്തിൻ്റെ ക്ഷേമ പെൻഷനുകൾക്കായിട്ട് സർക്കാർ ലഭിക്കുന്നത്. നമ്മൾ 8 കോടിയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. 8 കോടി രൂപ ക്ഷേമ പെൻഷനത്തിൽ കുഴമണ്ണ പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മളുടെ മൂലധന വരവ്, അതായത് നമ്മളുടെ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന ഫണ്ടാണ് മറ്റൊരു വരുമാനം. പിന്നെ നമ്മൾ ചെലവ്, ഇതാണ് ആകെ നമ്മളുടെ പഞ്ചായത്തിൻ്റെ വരുമാനം. നമ്മളുടെ അവതരിപ്പിച്ച 34 കോടി ഉൾപ്പെടെയുള്ള ആകെ വരം 34,90,39,802 രൂപ നമ്മളുടെ ആകെ വരുമാനത്തിൽ വരുന്ന ഓരോ മേഖലകളാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ചെലവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അനിവാര്യ ചെലവുകൾ ഉണ്ടാവും. നമ്മളുടെ ശമ്പളം, അതുപോലെ നമ്മളുടെ ഈ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, അങ്ങനെ നമ്മുടെ അനിവാര്യ ചെലവുകൾ, അതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചെലവ് വരുന്നത്. പിന്നെ പദ്ധതി ചെലവുകൾ വരുന്നുണ്ട്. പദ്ധതി ചെലവുകൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ ഫണ്ടിലെത്തിലും മറ്റു തനത് ഫണ്ടും മറ്റു സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളുടെ പദ്ധതി ചെലവ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ലോൺ തിരിച്ചടവാണ്. നമുക്ക് ഒരു വർഷം ഏകദേശം 1.5 കോടിയോളം ലോണായിട്ട് ലഭിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെറിയൊരു തുക, ഏകദേശം 20 ലക്ഷത്തോളം തുകയാണ് ഓരോ വർഷം നമ്മളെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് അനുവദിക്കുന്നത്. അതാണ് നമ്മൾ ലോൺ തിരിച്ചടവായിട്ട് വരുന്നത്. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മളുടെ നീക്കി ബാക്കി 75,27,802 രൂപ. ആകെ ചെലവ് എന്ന് പറയുമ്പം 34,15,12,000 രൂപ ചെലവാണ്. ബാക്കി 77,27,802 രൂപ. ഇതാണ് നമ്മളുടെ ആകെ ബജറ്റ്. അടുത്തത് നമ്മുടെ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുർഷിദ നിസാർ അവരെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ നമ്മളെ ബജറ്റ് ഇവിടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരണമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തേതും 5ാമത്തേതുമായ ബജറ്റ് അവതരണമാണ്. ഒരുപാട് മേഖലകളിൽ, നല്ല മേഖലകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു ബജറ്റായിരുന്നു ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഭരണസമിതി തീരുന്നതിന് മുമ്പായിട്ട് ഇത് നടപ്പിലാക്കാനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മുക്കടൻ അവരെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെയും അവസാനത്തെയും പറഞ്ഞ പോലെ നമ്മുടെ ഭരണസമിതിൻ്റെ 5ാമത്തെ ബജറ്റ് അവതരണമാണ് ഇവിടെ നടന്നത്. സൂചിപ്പിച്ച പോലെ ഈ ലാസ്റ്റ് ബജറ്റിൽ 25-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഈ ബജറ്റിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അതുപോലെ മറ്റു എല്ലാ മേഖലയിലും ഫണ്ട് നീക്കി വെച്ച് നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ബജറ്റുകളെല്ലാം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസ അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസ്യാംസ അവരെ സാദരം ക്ഷണിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ 2025-26 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ബജറ്റ് അവതരണം ഇതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാം നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ 25-26 വർഷത്തെ ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ
ഞങ്ങളുടെയും ഭരണസമിതിയുടെയും പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ 2025-26 ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റും അവസാനത്തേതുമാണ്. ബജറ്റിൽ പറഞ്ഞ പോലെ അവർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നമ്മുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വേണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റ് കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ബജറ്റ് അവതരിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എല്ലാ മേഖലകളെയും തൊട്ടണക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയായിരുന്നു. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ ബജറ്റ് ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ്. നമ്മൾ ഏകദേശം 6 മാസം കാലയളവ് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രൊജക്റ്റുകളെല്ലാം നടപ്പിലാക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും അകമഴിഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ നിന്ന് നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രൊജക്റ്റുകളെല്ലാം നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റുള്ളവരൊക്കെ പറഞ്ഞപ്പോഴത്തെ നല്ലൊരു ബജറ്റാണ്. എല്ലാ മേഖലകളെയും ഒരു മേഖല പോലും ഒഴിവാക്കാതെ നല്ല രീതിയിൽ എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു ബജറ്റാണ് നമ്മുടെ 5ാമത്തെ ബജറ്റും അതുപോലെ അവസാനത്തെ ബജറ്റാണ്. ഏതായാലും നല്ല രീതിയിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടും നമ്മുടെ കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ മേഖലകളും തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ അടുത്ത വർഷം നമ്മുടെ ഈ അവതരിപ്പിക്കപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ നിലവിലുള്ള മെമ്പർമാർ എത്രയും അതിനുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ പരമാവധി നമ്മുടെ ഈ ഭരണസമിതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റ് അവതരിപ്പിച്ച ബാബുവിനെയും മറ്റെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. നല്ല ബജറ്റാണ്. അതിന് എല്ലാവിധ ആശംസകളും ഇതിൻ്റെ ആസൂത്രണ സമിതിക്കും അതുപോലെ തന്നെ ഭരണസമിതിക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നല്ല ഒരു ബഡ്ജറ്റാണ്. നമുക്കത് പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായങ്ങളും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ്. കാരണം മറ്റ് പഞ്ചായത്തുകളൊക്കെ അപേക്ഷിച്ച് ബഡ്ജറ്റിൻ്റെ പുസ്തകത്തിൽ ഫില്ല് ചെയ്യേണ്ട പല ഭാഗങ്ങളും നമ്മളത് 0 ആണ്. കാരണം നമുക്ക് ആ വരുമാനമില്ല മറ്റുള്ള പഞ്ചായത്തുകളൊക്കെ അപേക്ഷിച്ചിട്ട്. ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ മേഖലകളും നമ്മൾ തൊട്ടുകൊണ്ട് തന്നെ പോയത്. ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് അടക്കമുള്ള അതിന് സഹകരിച്ച ഉദ്യോഗസ്ഥന്മാർ, മെമ്പർമാർ, സെക്രട്ടറി സമിതിമാർ അടക്കമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറ്റി നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2025-26 വാർഷിക ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ബാബു അനന്താനത്ത്, പ്രസിഡന്റ് രജനി ചേച്ചർ, മറ്റു സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ, മെമ്പർമാരെ, ഉദ്യോഗസ്ഥന്മാരെ, ഈ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ബജറ്റാണ്. കഴിഞ്ഞ പദ്ധതികളിലൊക്കെ നമുക്ക് ഏറെക്കുറെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചു. ഈ ബജറ്റിൽ വളരെ പ്രധാനമായിട്ട് ഒന്ന് കാണുന്നത് ഭവന പദ്ധതി. ഈ ഭവന പദ്ധതിക്ക് 5 കോടി ഉറുപ്പ്യോളം നീക്കി വെച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്ന് ആലോചിച്ചിട്ട് ഈ ഭരണസമിതി ഒരു മാസ്റ്റർ പ്ലാനായിട്ട് നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഒരു നല്ല പ്രൊജക്റ്റ് കാണിക്കണമെന്നുള്ളത്. കുഴിമണ്ണയുടെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു പദ്ധതിയായിരിക്കും. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഈ വർഷമെങ്കിലും SLC+2 പരീക്ഷകൾ കഴിഞ്ഞ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു മെഗാ അവാർഡ് ഫെയർ നടത്താൻ കഴിഞ്ഞാൽ, നല്ല VIPsകളൊക്കെ കൊണ്ടുവന്ന് ഒരു മെഗാ ഇവൻ്റായി നടത്തിയാൽ ഒരുപക്ഷെ അതും നമുക്ക് അവസാന സമയത്തൊരു ഗ്ലാമർ പരിപാടിയായി നടത്താൻ സാധിക്കും. അതുകൂടെ ഇത് വെക്കുകയാണ്. ഇത്രയും നല്ല ഒരു ബജറ്റ് കുഴിമണ്ണയുടെ സാഹചര്യങ്ങളനുസരിച്ച് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റിനും ഇതിന് എല്ലാവിധ ടൂൾസുകളും നൽകിയ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ളവരെ, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു. ഒരു പഞ്ചായത്തിന് ലഭിക്കുന്ന
പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ബഡ്ജറ്റാണ് ഇവിടെ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ളത്. ലഹരി വിമുക്ത കുഴിമണ്ണ എന്ന രൂപത്തിൽ ഒരു 10 ലക്ഷം രൂപ വകയിരുത്തിയത് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വിപുലമായ പദ്ധതിയായിട്ട് ചെയ്താൽ ഈ അവസാന വർഷത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പദ്ധതി, എന്താ വെച്ചാൽ എല്ലാ കുടുംബങ്ങളും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് ഭവന പുനരുദ്ധാരണ പദ്ധതി, പാർപ്പിട പദ്ധതിക്ക് നല്ല രൂപത്തിൽ തന്നെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് മിഷനിൽ പരമാവധി ആളുകൾക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഭൂമിയില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് കൊടുക്കാൻ ബാക്കിയുള്ളൂ. ഈ ജനക്ഷേമ ബജറ്റിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ 2025-26 വർഷത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞത്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും വാക്കിൽ നന്ദി പറയുകയാണ്. കൂടാതെ നമ്മുടെ തന്മയത്വത്തോടു കൂടി ഈ ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് പ്രത്യേകം ഞാൻ നന്ദി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ സമസ്ത മേഖലകളും തൊട്ടുരുമിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. അത് നമ്മൾ ഈ വിഭവ സമാഹരണവും വിഭവങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ഏറ്റെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഇത് നമുക്ക് ആ മേഖലകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഇതിനെ അഹോരാത്രം പ്രവേശിച്ച അക്കൗണ്ടന്റ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കും.